ധർമ്മക്ഷേത്രയുടെ ഇന്നത്തെ യാത്ര തിരുവനന്തപുരം നരുവാമൂട് ചിറ്റിക്കോട് കുന്നത്ത് ശ്രീ ദേവിയമ്മ ഭദ്രകാളി ക്ഷേത്രത്തിലേക്കാണ്. ഇതൊരു ചെറിയ ക്ഷേത്രമാണ്. തലമുറകളായി വെച്ച് ആരാധിച്ചു പോരുന്ന ഭദ്രകാളി ദേവിയുടെയും ശ്രീ ദേവിയമ്മയുടെയും അതുകൂടാതെ ഇപ്പോൾ മന്ത്രമൂർത്തിയും ഉണ്ട്. ഇത്രയും പ്രതിഷ്ഠകളാണ് ഇവിടെ ഉള്ളത്. ഇവിടെ പ്രശ്നം പറയുന്ന ഒരു രീതി കൂടിയുണ്ട്. അത് സംബന്ധിച്ച് കുറേ അന്വേഷണങ്ങൾ ഞങ്ങളുടെ ചാനലുമായി ബന്ധപ്പെട്ട് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് നമ്മൾ ഇങ്ങോട്ട് ഒരു യാത്ര തീർത്ഥാടനം വെച്ചത്. എന്തായാലും ഇവിടെ വന്ന് നേരിൽ കണ്ടു ചില കാര്യങ്ങൾ ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയാണ്. ഇവിടെ 2 പേരാണ് പ്രശ്നങ്ങൾ പറയുന്നത്. അതിലൊരാൾ ഇവിടെ ഉണ്ട്, ശ്രീ സുരേഷ് സ്വാമികളാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഇവർ ഈ പ്രശ്നം പറയുന്നത്, പ്രശ്നപരിഹാരം എന്ന് വെച്ചാൽ കർമ്മഫലമായിട്ടോ കർമ്മദോഷം കൊണ്ടോ ഉണ്ടാകുന്നതും അനുഭവിച്ചു വരുന്നതുമായ വിപത്തുകളും ദുരിതങ്ങളുമൊക്കെ മാറാനുള്ള പൂജകളും വഴിപാടുകളും ഒക്കെയാണ് ഇവിടെ പ്രധാനമായും പറയുന്നത്. അദ്ദേഹം മന്ത്രതന്ത്രങ്ങളൊന്നും പഠിച്ചിട്ടുള്ള വ്യക്തിയോ ആളൊന്നുമല്ല, ഗൃഹസ്ഥനാണ്, കുടുംബസ്ഥനാണ്. ഇവിടെ കുടുംബപരമായി ദേവതകളെ വച്ച് ആരാധിച്ച് വന്നതിൻ്റെ ഫലമായി ദേവിയുടെ അനുഗ്രഹം കൊണ്ട് ദേവീ ചൈതന്യം അമ്മയിലൂടെ ഗാത്രക്ഷേത്രത്തിലേക്ക് കയറി പ്രശ്നങ്ങൾ പറയുന്നു എന്നാണ് പറയുന്നത്. നിരവധി പേരിവിടെ വന്നു പോകുന്നുണ്ട്. ഞങ്ങളിവിടെ വന്ന ദിവസവും ഇവിടെ പ്രശ്ന പരിഹാരത്തിനും പ്രശ്നങ്ങൾ അറിയുന്നതിന് വേണ്ടി ആൾക്കാർ വന്നിട്ടുണ്ട്. എന്തായാലും ഒരു കാര്യം പറയാം, ഇവിടെ വശ്യം, മോഹനം, ആഭിചാരം, മന്ത്രവാദം തുടങ്ങിയ അങ്ങനെയുള്ള യാതൊരുവിധ ക്രിയകളും ചെയ്യുന്നില്ല. വീടിനോട് ചേർന്ന് ചെറിയ ദേവസ്ഥാനത്ത് ദേവി ഉപാസനയിലൂടെ ദേവി ചൈതന്യത്തിൻ്റെ ഒരു ശക്തി കൊണ്ട് നിശ്ചിത സമയത്ത് മാത്രം പ്രശ്നം പറയുന്നു. നമ്മുടെ അമ്പലം എന്ന് പറയുന്നത് ഇത് പൂർവ്വകാലത്ത് അച്ഛനൊരു തറയായി സങ്കല്പിച്ച് വിളക്ക് കത്തിച്ചു കൊണ്ടിരുന്നൊരു അമ്പലമാണ്. അച്ഛൻ്റെ മരണശേഷം ഇപ്പോൾ ഞങ്ങൾ 5 കൊല്ലമായി ഞങ്ങളിതിനെ പുതുക്കി പണി ചെയ്ത് നല്ല രീതിയിൽ വെച്ച് ആരാധിച്ചു കൊണ്ടുപോകുന്നു. ഭദ്രകാളി അമ്മയും ദേവിയമ്മയുമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഒരാഴ്ചയിൽ 2 ദിവസമാണ് നട തുറക്കുന്നത്. ചൊവ്വാഴ്ച ദിവസം വൈകുന്നേരവും ഞായറാഴ്ച ദിവസം രാവിലെയും. ഞായറാഴ്ച വിശേഷാലായിട്ടുള്ളത്, ഞായറാഴ്ച വരുന്ന ഭക്തരുടെ പ്രശ്നങ്ങൾ, അതായത് കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം പറയും. ഉച്ചയ്ക്ക് 12 മണി വരെ പറയും. അങ്ങനെയാണ് ഇവിടുത്തെ ആചാര രീതികളും. ക്ഷേത്രത്തിൻ്റെ എന്ന് പറയുമ്പോൾ ഇത് പൂർവ്വകാലത്തെ കുടുംബ പരദേവതയായി ആരാധിച്ചു പോകുന്ന ഒരു അമ്പലമാണ്. അതാണ് ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത. പിന്നെ വരുന്ന ഭക്തരുടെ ദുരിത വിഷയങ്ങൾക്കുള്ള പരിഹാരങ്ങൾ പറഞ്ഞു കൊടുക്കും. യാതൊരുവിധ ദുരിത ക്രിയകളും നമ്മൾ ചെയ്യില്ല. അതിനുണ്ട് ദുരിത വിഷയങ്ങളുടെ കാര്യങ്ങൾ അമ്മ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് അനുസരിച്ച് അവരുടെ കാര്യങ്ങൾക്ക് മാറ്റം സംഭവിക്കും. ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുമ്പോൾ ഭദ്രകാളിയമ്മയുണ്ട്, ദേവിയമ്മയുണ്ട്, മന്ത്രമൂർത്തിയുണ്ട്. ഈ 3 പ്രതിഷ്ഠയാണ് ഈ അമ്പലത്തിൻ്റെ ഉള്ളിലുള്ള പ്രതിഷ്ഠ. മറ്റുള്ള ഉപദേവ പ്രതിഷ്ഠകളൊന്നുമില്ല. ഇവിടെ പ്രശ്നം പറയുന്നത് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന കുഞ്ഞും വേറൊരു കുഞ്ഞും പറയും. ആ കുഞ്ഞ് ഇപ്പോൾ സ്ഥലത്തില്ല, ആ കുഞ്ഞിൻ്റെ യാത്രയിലാണ്. പിന്നെ വരുന്ന ഭക്തർക്ക് ആ കുഞ്ഞിനെയും കാണാം. ഇതിൻ്റെ പൂർവ്വകാല വിഷയമെടുത്താൽ ഇതിന് ഒരു എത്ര വർഷ പഴക്കമുണ്ടെന്ന് ചോദിച്ചാൽ പറയാമെന്ന് പറയുന്നത് അച്ഛനപ്പന്മാരുടെ കാലത്തേ പൈതൃകമുണ്ട്. വർഷങ്ങളോളം പഴക്കം. വർഷം എത്രയാണെന്ന് നമുക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല. പക്ഷേ നമ്മളിപ്പോൾ ഇതിനെ വലിയ രീതിയിൽ ചെയ്ത് വിളക്ക് കത്തിക്കാൻ തുടങ്ങിയിട്ട് 5 വർഷമായി. അച്ഛനാണ് വെച്ച് ആചരിച്ചു കൊണ്ടിരുന്നത്. അച്ഛൻ്റെ കാലശേഷം ഇപ്പോൾ ഇത് ഞാനാണ് കൈകാര്യം ചെയ്യുന്നത്. ഇതിൻ്റെ സ്ഥലം എന്ന് പറയുന്നത് നെടുവാമൂട് നിന്നും 1 കിലോമീറ്ററാണ്. ചിറ്റിക്കോട് ദേവീക്ഷേത്രം കഴിഞ്ഞ് പുരാതനമായൊരു ചിറ്റിക്കോട് ദേവീക്ഷേത്രമുണ്ട്, പള്ളിച്ചൽ ചിറ്റിക്കോട് ദേവീക്ഷേത്രം. ആ ക്ഷേത്രം കഴിഞ്ഞ് ഒരു 1/2 കിലോമീറ്റർ താഴെയായിട്ട് വരുമ്പോഴാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്.